Hi everyone, welcome to Inquire Lifescience. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെൽ ബയോളജിയിൽ നിന്നാണ്, വിച്ച് ഈസ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി. നമ്മൾ ഓൾറെഡി പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിലെ കമ്പോണൻസ് എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി ചില മെംബ്രെയിൻ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, their ability to self assemble. അതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ലിപ്പോസോംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് ഫ്ലൂയിഡിറ്റി? ഒരു മെംബ്രെയിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ വിസ്കോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഫ്ലൂയിഡിറ്റി എന്ന് പറയുമ്പോൾ ദ ഈസ് വിത്ത് വിച്ച് ഇറ്റ്സ് ലിപ്പിഡ് മോളിക്യൂൾ മൂവ് വിത്തിൻ ദ പ്ലെയിൻ ഓഫ് ദ ബൈലെയർ. ആ ബൈലെയറിൽ, ലിപ്പിഡ് ബൈലെയറിൽ എത്ര ഈസി ആയിട്ട് ലിപ്പിഡ് മോളിക്യൂൾസിനെ മൂവ് ചെയ്യാൻ പറ്റും, അതിനെയാണ് ഫ്ലൂയിഡിറ്റി എന്നുള്ളതുകൊണ്ട് പറയാം. വിച്ച് വിൽ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് കോമ്പോസിഷൻ. സോ ഒരു മെംബ്രെയിൻ്റെ ഫംഗ്ഷന് ഈ ഫ്ലൂയിഡിറ്റി, സെല്ലിൻ്റെ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു സർട്ടൻ ലിമിറ്റ്സിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഇത് ഒരു ലിക്വിഡ് ക്രിസ്റ്റലൈൻ ഫേസിലുള്ള മെംബ്രെയിൻ ആണ്. അത് ഒരുപാട് ഫ്ലൂയിഡായി പോയി കഴിഞ്ഞാൽ അത് ഒരു ഡിസോർഡേർഡ് മെംബ്രെയിൻ ആയിട്ട് മാറും. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റലൈൻ ഫേസിലുള്ള ഒരു മെംബ്രെയിൻ റിജിഡ് ആയി പോയി കഴിഞ്ഞാലോ അതൊരു ജെൽ ഫേസ് ആയിട്ട് മാറും. ജെൽ ഫേസ് ആയി മാറിക്കഴിഞ്ഞാൽ എന്തായുള്ള പ്രശ്നം, അതിലൂടെ ഗ്യാസസിന്റെ ഒന്നും എക്സ്ചേഞ്ചസ് നടക്കില്ല. അങ്ങനെ വരുമ്പോൾ സെൽ ഡൈ ആയിട്ട് തന്നെ പോകും. ഒരുപാട് ഡിസോർഡേഡ് ആയാലോ എല്ലാ മോളിക്യൂൾ, നമ്മൾ പറഞ്ഞു മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും സെമി പെർമിയബിൾ ആണ്. സോ ഇംപെർമിയബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് വരെ ഈ ഡിസോർഡേഡ് മെംബ്രെയിനിൽ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. സോ അതും പറ്റില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്കുള്ള ഈ രണ്ട് സ്റ്റേറ്റിന്റെയും, ജെല്ലിന്റെയും ഡിസോർഡേർഡ് സ്റ്റേറ്റിന്റെ ഇടയ്ക്ക് ഒരു ലിക്വിഡ് ക്രിസ്റ്റലൈൻ ഫേസ് ആണ് എന്ത് വേണ്ടത്, നമുക്ക് വേണ്ടത്. ഈ ഒരു ടെമ്പറേച്ചർ, അതായത് ഒരു ഫ്ലൂയിഡ് ലൈക്ക് നാച്ചുറൽ നിന്ന് ജെൽ ലൈക്ക് നാച്ചുറൽ ആവാനുള്ള ഒരു ടെമ്പറേച്ചറിന്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റ് ആവാനുള്ള ഒരു ടെമ്പറേച്ചറിനാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഈ ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നത് എത്ര ഫ്ലൂയിഡ് ആണ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ഇപ്പോൾ കോൾഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചൂടുള്ള ടെമ്പറേച്ചർ, അങ്ങനെയൊക്കെ കണ്ടീഷൻസിൽ വരാം. സോ ഇപ്പോൾ ബട്ടറിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ബട്ടർ എങ്ങനെയാ ഇത്തിരി റൂം ടെമ്പറേച്ചറിൽ ജെൽ ആയിട്ട് നിൽക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്ത്, ബട്ടർ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ടെമ്പറേച്ചർ കൊടുത്താൽ അത് എന്തായിട്ട് മാറും, ഫ്ലൂയിഡ് ലൈക്ക് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഫ്ലൂയിഡ് കണ്ടീഷനിലുള്ള ഒരു ലിക്വിഡിനെ നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ജെല്ലായിട്ട് മാറും. സോ ഈ രണ്ട് കണ്ടീഷനും അല്ല, അതായത് ഹൈ ടെമ്പറേച്ചറിലും ലോ ടെമ്പറേച്ചറിലും എങ്ങനെ നമ്മുടെ മെംബ്രെയിൻ ഫങ്ഷൻ ചെയ്യും എന്നുള്ളത് ചില എന്താ പറയുക കോമ്പോസിഷൻ, ഈ ഫോസ്ഫോലിപ്പിഡ് കോമ്പോസിഷൻ പോലെയുള്ള കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ എന്തൊക്കെ കണ്ടീഷൻസ് ആണ്, അതിന്റെ ഫോസ്ഫോലിപ്പിഡ് കോമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫ്ലൂയിഡിറ്റി ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ആ കോമ്പോസിഷനിൽ വരുന്നത്? മെയിൻ ആയിട്ട് ഓൺ ദ നാച്ചർ ഓഫ് ദ ഹൈഡ്രോകാർബൺ ടെയിൽ. അപ്പോൾ ഹൈഡ്രോകാർബൺ ടെയിൽസ്, ലിപ്പിഡ്സിന്റെ ഹൈഡ്രോകാർബൺ ടെയിൽസിന്റെ നാച്ചർ, അത് അൺസാച്ചുറേറ്റഡ് ആണോ, സാച്ചുറേറ്റഡ് ആണോ, ഷോർട്ട് ചെയിൻസ് ആണോ, ലെങ്തി ചെയിൻസ് ആണോ, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഈ ഒരു വീഡിയോയില് സ്ലൈഡ്സിൽ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് വേഗം കാര്യങ്ങൾ പറഞ്ഞു പോവാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഹൈഡ്രോകാർബൺ ടെയിൽസിന്റെ ലെങ്ത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ടെയിൽസ് ആണെങ്കിൽ ഈ ടെയിൽസ്, ഈ ചെയിനുകൾ തമ്മിൽ എന്തുണ്ടാവും, ഇന്ററാക്ഷൻ ഒരുപാടായിരിക്കും. വാണ്ടർവാൾസ് ഇന്ററാക്ഷൻസ് കൂടുതലായിരിക്കും ചെയിനിന്റെ ലെങ്ത് കൂടുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ പാക്കിംഗ് എന്ന് പറയുന്നത് സ്ട്രോങ് പാക്കിംഗ് ആയിരിക്കും. പക്ഷെ ഷോർട്ടർ ചെയിൻസിന് ഈ ഇന്ററാക്ഷൻ, വാണ്ടർവാൾസ് ഇന്ററാക്ഷൻ വളരെ കുറവായതുകൊണ്ട് ഇത്തിരി ഫ്ലൂയിഡ് ലൈക്ക് പാക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ നല്ല കോൾഡ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഈ ലിപ്പിഡ്സിന് എന്തിന്റെ ഒരു ടെൻഡൻസി ഉണ്ട്, ജെല്ലായി പോവാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ ജെല്ലായി പോവാതിരിക്കാൻ എന്ത് വേണം, അവിടെ ഷോർട്ടർ ചെയിൻസ് ഉള്ള ഹൈഡ്രോകാർബൺ ടെയിൽസ് ആണ് വേണ്ടത്. അല്ല ഇപ്പോ ഒരുപാട് എങ്ങനെ, ഇപ്പോ നല്ല ചൂടുള്ള അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറുള്ള ഒരു കണ്ടീഷനിലാണെന്ന് വിചാരിച്ചു. ഹൈ ടെമ്പറേച്ചറുള്ള കണ്ടീഷനിൽ ഷോർട്ടർ ചെയിൻസ് വന്നാലുള്ള പ്രശ്നം എന്താ, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആയി പോകും. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ ഒപ്പം ഷോർട്ടറും കൂടെ ആകുമ്പോൾ ഫ്ലൂയിഡിറ്റി കൂടും. പക്ഷെ ആ കണ്ടീഷനിൽ നമുക്ക് എന്താ വേണ്ട, ഫ്ലൂയിഡിറ്റി കുറയണം. അപ്പൊ അവിടെ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹൈഡ്രോകാർബൺ ടെയിൽസ് വേണം, ലോങ് ചെയിൻ ഹൈഡ്രോകാർബൺ ടെയിൽസ് വേണം. സോ അങ്ങനെയാണ് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഈ ടെയിൽസിന്റെ റിക്വയർമെന്റ് മാറുന്നത്. സോ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി വെസസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്, എങ്ങനെയാണ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചറും മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് പറയുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് സാധാരണ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കൂടുകയാണ് ചെയ്യുക. അതായത് കുറവ് ടെമ്പറേച്ചറിന്റെ സമയത്ത് ഫ്ലൂയിഡിറ്റി കുറഞ്ഞ് സോളിഡ് ലൈക്ക് അല്ലെങ്കിൽ ഒരു ജെൽ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്ലൂയിഡ് ലൈക്ക് നാച്ചർ കൂടും.
With an increase in temperature, the sharp transition is made from more rigid membrane to a more fluid one. So, in the next condition, the number of double bonds of hydrocarbon tails contain. നമുക്കറിയാം ഫോസ്ഫോലിപ്പിഡ്സിന്റെ ചെയിൻസ് നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു ഹെഡ് ഉണ്ടായിരിക്കും, രണ്ട് ടെയിൽ ഉണ്ടായിരിക്കും. ഈ ടെയിലില് ഒരു ടെയിൽ മോസ്റ്റ് കണ്ടീഷൻസിലും ഒരു ടെയിൽ സാച്ചുറേറ്റഡ് ടെയിലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഒരു റോഡ് ലൈക്ക് സ്ട്രെയിറ്റ് ഫ്ലെക്സിബിൾ റോഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ അൺസാച്ചുറേറ്റഡ് ചെയിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അൺസാച്ചുറേറ്റഡ് ചെയിൻസിലെ ഒരു കിങ്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബെൻഡ് ഉണ്ടായിരിക്കും. ഈ ബെൻഡ് ഉള്ളതുകൊണ്ട് അടുത്തടുത്തുള്ള ഫോസ്ഫോലിപ്പിഡ്സ് മോളിക്യൂൾസിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വീഴും. So the number of double bond hydrocarbon tail contain will influence the fluidity of membrane. Most phospholipids contain one hydrocarbon tail that has one or more double bonds. ഒരു ചെയിനിൽ എന്തായിരിക്കും, ഒരു ഹൈഡ്രോകാർബൺ ടെയിലിന് ഒന്നോ രണ്ടോ ഡബിൾ ബോൺസ് ഉണ്ടായിരിക്കാം ബിറ്റ്വീൻ അഡ്ജസന്റ് കാർബൺ ആറ്റം ആൻഡ് എ സെക്കൻഡ് ടെയിൽ വിത്ത് സിംഗിൾ ബോൺസ് ഓൺലി. സിംഗിൾ ബോൺസ് ഓൺലി ഉള്ളതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്നും ഡബിൾ ബോൺസ് ഉള്ള ഹൈഡ്രോകാർബൺ ടെയിൽസ് നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്നും പറയും. The chain that harbors a double bond does not contain maximum number of hydrogen atom that could in principle be attached to its carbon backbone. It is thus said to be unsaturated with respect to hydrogen. Unsaturated കേസിൽ എന്താ ഉണ്ടാവുക, അവിടെ ഡബിൾ ബോൺസ് ഉണ്ടായിരിക്കും, സാച്ചുറേറ്റഡിൽ ഡബിൾ ബോൺസ് ഉണ്ടായിരിക്കില്ല. സോ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്കൊരു സ്ട്രെയിറ്റ് ഫ്ലെക്സിബിൾ റോഡ് ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനോ ഓൺ ദ അതർ ഹാൻഡ് ഹാവ് ക്രൂക്സ് ഇൻ ദ ചെയിൻ, അല്ലെങ്കിൽ കിങ്സ് എന്നൊക്കെ പറയാം. കിങ്സ് അല്ലെങ്കിൽ ക്രൂക്സ്, ഒരു എന്താ പറയാ, ഒരു ബെൻഡ് ഉണ്ടായിരിക്കും അറ്റ് ദ സൈഡ്സ് ഓഫ് ഡബിൾ ബോണ്ട്. കോൺസിക്വന്റ്ലി ഫോസ്ഫോലിപ്പിഡ് വിത്ത് സാച്ചുറേറ്റഡ് ചെയിൻ ഉള്ള ഫോസ്ഫോലിപ്പിഡ്സ് പാക്ക് ടുഗദർ മോർ ടൈറ്റ്ലി. അതായത് ഇപ്പൊ സാച്ചുറേറ്റഡ് ചെയിൻസ് മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ അതിങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് പോകും. പക്ഷെ അൺസാച്ചുറേറ്റഡ് ചെയിൻസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, അവിടെ ഒരു ബെൻഡ് ഉണ്ടാവും, അപ്പൊ ഇത്രയും കൂടി ഗ്യാപ്പുകൾ വീഴും. So each double bond in an unsaturated tail creates a small kink in the tail which makes it more difficult for the tails to pack against one another. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൾഡ് കണ്ടീഷനിലാണെങ്കിൽ കോൾഡ് കണ്ടീഷനിലെ മെംബ്രെയിൻ എന്ത് ടെൻഡൻസി ഉണ്ട്, ജെൽ ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ ജെല്ല് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അവിടെ എന്ത് വേണം, ഇതുപോലെ കിങ്സ് ഉള്ള മെംബ്രെയിൻസ് വേണം. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസ് ആയിരിക്കും അവിടെ കൂടുതൽ വേണ്ടത്. പക്ഷെ ഹോട്ട് കണ്ടീഷൻസിൽ എന്താണ്, ഫ്ലൂയിഡ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൂടുതലും സാച്ചുറേറ്റഡ് മാത്രമുള്ള ഹൈഡ്രോകാർബൺ ടെയിൽസ് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. Each double bond in an unsaturated tail creates a small kink in the tail which makes it more difficult for the tails to pack against one another. For this reason, lipid bilayer that contain large proportion of unsaturated hydrocarbon tails are more fluid. Unsaturated hydrocarbon tail ഉള്ള lipid membranes ആണ് more fluid than those with the lower proportion. So ഇതാണ് unsaturated versus saturated hydrocarbon tailsന്റെ. സാച്ചുറേറ്റഡ് ആകുമ്പോൾ മോർ ജെൽ ലൈക്ക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഹോട്ട് കണ്ടീഷൻസിലാണ്. കാരണം ഹോട്ട് കണ്ടീഷൻസിലാകുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ഫ്ലൂയിഡ് ആയിട്ട് പോകും. അപ്പൊ അധികം ഫ്ലൂയിഡ് ആവാതെ, അതായത് ഡിസോർഡേഡ് മെംബ്രെയിൻ ആവാതെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ടെയിൽസ് ആണ്. പക്ഷെ കോൾഡ് കണ്ടീഷൻസിൽ അറ്റ് ദ സെയിം ടൈം എന്താവാനാണ്, ജെൽ ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ ടെൻഡൻസിയാണ് കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ ജെൽ ആവാതെ അതിനെ ലിക്വിഡ് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിൽ പിടിച്ചു നിർത്തുന്ന ആരാണ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ടെയിൽസ് ആണ്. ദേ ഹാവ് കിങ്സ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ. ഈ ഇതുപോലെ തന്നെ ഇപ്പൊ അൺസാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് ലോങ് ഷോർട്ട് ഹൈഡ്രോകാർബൺ ടെയിൽസ് പോലെ തന്നെ വേറൊരു കണ്ടീഷൻ അല്ലെങ്കിൽ വേറൊരു കോമ്പോണന്റ് വിച്ച് വിൽ ഇൻഫ്ലുവൻസ് ദ ഫ്ലൂയിഡിറ്റി ഓഫ് മെംബ്രെയിൻ ഈസ് കൊളസ്ട്രോൾ. നമുക്കറിയാം എനിമൽ സെൽസിൽ മാത്രമാണ് എന്ത് സ്റ്റിറോൾ കൊളസ്ട്രോളിന്റെ പ്രസൻസ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിമൽ സെൽസിന്റെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ആണ് ഈ സ്റ്റിറോൾ കൊളസ്ട്രോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യുന്നത്. ദിസ് മോളിക്യൂൾ ഈസ് പ്രസന്റ് ഇൻ എസ്പെഷ്യലി ലാർജ് എമൗണ്ട്സ് ഇൻ ദ പ്ലാസ് മെംബ്രെയിനിൽ ലാർജ് എമൗണ്ട്സിൽ ഇത് കാണും. വെർ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് അപ്രോക്സിമേറ്റ്ലി 20% ഓഫ് ദ ലിപ്പിഡ്സ് ഇൻ ദ മെംബ്രെയിൻ ബൈ വെയിറ്റ്. ബിക്കോസ് കൊളസ്ട്രോൾ മോളിക്യൂൾ ആർ ഷോർട്ട് ആൻഡ് റിജിഡ്. ഈ കൊളസ്ട്രോൾ മോളിക്യൂൾസ് ഷോർട്ട് ആണ്, റിജിഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഈ നൈബറിംഗ് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസ്, അതായത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ടെയിൽസ് അവർക്ക് കിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടാവും, ഈ നൈബറിംഗ് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസിന്റെ ഇടയ്ക്ക് സ്പേസസ് ഉണ്ടാവും. ഓക്കെ, ആ സ്പേസ് ഫില്ല് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും, കൊളസ്ട്രോൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ എന്തിനു വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പാക്കിംഗ്, കൂടുതൽ അടുത്തടുത്തുള്ള പാക്കിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, കൊളസ്ട്രോൾ മോളിക്യൂൾ ഡിസ്റ്റർബ് ദ ക്ലോസ് പാക്കിംഗ് ഓഫ് ഫാറ്റി അസൈൽ ചെയിൻസ് ആൻഡ് ഇന്റർഫിയർ വിത്ത് ദെയർ മൊബിലിറ്റി. അതായത് ഈ ഫാറ്റി അസൈൽ ചെയിൻസിന്റെ ക്ലോസ് പാക്കിങ്ങിനെ ഡിസ്ട്രപ്റ്റ് ചെയ്താലും അത് ഈ ഫാറ്റി അസൈൽ ചെയിൻസിന്റെ മൊബിലിറ്റിനെ അവർ ഇന്റർഫിയർ ചെയ്യും. ഇൻ ദിസ് വേ കൊളസ്ട്രോൾ ടെൻഡ് ടു
stiffen the bilayer, making it less flexible as well as less permeable. അപ്പോൾ അതാണ് ആര് ചെയ്യുന്നത്? കൊളസ്ട്രോൾ ചെയ്യുന്നത്. കൊളസ്ട്രോൾ വിത്തിൻ ദ എനിമൽ സെൽ മെംബ്രെയിൻ. കൊളസ്ട്രോൾ റെഡ്യൂസസ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കുറയ്ക്കുന്ന ആരാണ്? കൊളസ്ട്രോൾ. അപ്പോൾ എന്തൊക്കെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കുറയ്ക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാ? ഒന്ന് കൊളസ്ട്രോൾ ആണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കുറയ്ക്കുന്നത്. പിന്നെ നെക്സ്റ്റ് കണ്ടീഷൻ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ടൈൽസ് ഫ്ലൂയിഡിറ്റി കുറയ്ക്കും. സോറി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ടൈൽസ് ഫ്ലൂയിഡിറ്റി കൂട്ടും. അൺസാച്ചുറേറ്റഡ് കേസ് ഫ്ലൂയിഡിറ്റി കൂട്ടും, സാച്ചുറേറ്റഡ് ഫ്ലൂയിഡിറ്റി കുറയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് ഹൈഡ്രോകാർബൺ ടൈൽസിന്റെ ലെങ്ത് കൂടുതലാകുമ്പോൾ, ലോങ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ടൈൽസ് ആകുമ്പോൾ ഫ്ലൂയിഡിറ്റി കുറവായിരിക്കും. ഷോർട്ട് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ടൈൽസ് ആകുമ്പോൾ ഫ്ലൂയിഡിറ്റി കൂടുതലായിരിക്കും. കൊളസ്ട്രോൾ കുറവാണെങ്കിൽ ഫ്ലൂയിഡിറ്റി കൂടുതലായിരിക്കും. കൊളസ്ട്രോൾ reduces membrane fluidity at moderate temperature by reducing phospholipid movement, but at low temperature it hinders solidification by disrupting the regular packing of phospholipid. Okay, next ഇതാണ് ടെമ്പറേച്ചറും ഫ്ലൂയിഡിറ്റി തമ്മിലുള്ളത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്ലൂയിഡിറ്റി കൂടും. അപ്പോൾ കൊളസ്ട്രോളിന്റെ പ്രസൻസും മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. ഇനി മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നും പറഞ്ഞു. അപ്പൊ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ദ മെയിൻ്റെനൻസ് ഓഫ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് ഹോമിയോസ്റ്റാസിന് ഒരു എക്സാമ്പിൾ ആണ് അറ്റ് ദ സെല്ലുലാർ ലെവൽ and can be demonstrated in various ways. The initial emergency response is mediated by enzyme that remodel membranes, making the cell more cold resistant. അതായത് ചില സമയത്ത് നമുക്ക് നല്ല കോൾഡ് ആയിരിക്കുന്ന സമയത്ത് സെല്ലിനെ കോൾഡ് റെസിസ്റ്റന്റ് ആക്കണം. അപ്പൊ അതൊരു ഇനീഷ്യൽ എമർജൻസി ആണ്. ആ എമർജൻസി റെസ്പോൺസസ് ഒക്കെ മീഡിയേറ്റ് ചെയ്യുന്നത് ചില എൻസൈംസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ എൻസൈംസ് എന്ന് നോക്കാം. ഒന്ന്, ഈ റീമോഡലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് ഡിസാച്ചുറേസ് അല്ലെങ്കിൽ ഡിസാച്ചുറേഷൻ ചെയ്യും. എങ്ങനെ ഡിസാച്ചുറേറ്റ് ചെയ്യാം? Desaturating single bonds in fatty acyl chains to form double bonds. അതായത് ഡബിൾ ബോൺസിന് അൺസാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഡിസാച്ചുറേറ്റ് ചെയ്യും. പിന്നെ റീഷഫ്ലിംഗ് ചെയ്യും. റീഷഫ്ലിംഗ് ദ ചെയിൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസിന്റെ ഇടയ്ക്ക് റീഷഫ്ലിംഗ് നടന്നിട്ട് കൂടുതൽ ടു പ്രൊഡ്യൂസ് വൺസ് ദാറ്റ് കണ്ടെയ്ൻ ടു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വിച്ച് ഗ്രേറ്റ്ലി ലോവേഴ്സ് ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ ബൈലർ. അപ്പൊ ഈ ഡിസാച്ചുറേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഡിസാച്ചുറേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈംസ് ആണ്. റീഷഫ്ലിംഗിന് രണ്ട് എൻസൈംസ് ഉണ്ട്. ഒന്ന് ഫോസ്ഫോലിപ്പേസസ് എന്ത് ചെയ്യും? ഗ്ലിസറോൾ ബാക്ക് ബോണിൽ നിന്ന് ഫാറ്റി ആസിഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യും. ഈ സ്പ്ലിറ്റ് ചെയ്ത ഫാറ്റി ആസിഡ്സിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് അസൈൽ ട്രാൻസ്ഫറേസ് പറഞ്ഞിട്ടുള്ള എൻസൈം ആണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞത് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ചില ഇനീഷ്യൽ എമർജൻസി കണ്ടീഷൻ അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എൻസൈംസ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഈ പറഞ്ഞത്. ദെൻ എന്തിനാണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തിനാണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? നമുക്കറിയാം ഒരുപാട് ഫംഗ്ഷൻസ് മെംബ്രെയിൻസിലൂടെ നടക്കുന്നുണ്ട്. സോ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി will provides a perfect compromise between a rigid ordered structure in which ഒരു റിജിഡ് ഓർഡേർഡ് സ്ട്രക്ചർ അതിലെന്തായിരിക്കും? മൊബിലിറ്റി എന്ന് പറയുന്നത് ആബ്സെന്റ് ആയിരിക്കും. പിന്നെ ഒരു കംപ്ലീറ്റ്ലി ഫ്ലൂയിഡ് അല്ലെങ്കിൽ നോൺ വിസ്കസ് ലിക്വിഡ്. അവിടെ കമ്പോണൻസ് ഓഫ് ദ മെംബ്രെയിൻ ഇനി ഈസിലി ഡിഫ്യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു പെർഫെക്റ്റ് കോംപ്രമൈസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കൊണ്ടുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഇത് മാത്രമല്ലാതെ ഫ്ലൂയിഡിറ്റി അലൗസ് ഫോർ ഇന്ററാക്ഷൻ ടു ടേക്ക് പ്ലേസ് വിത്തിൻ ദ മെംബ്രെയിനിലെ ഇന്ററാക്ഷൻസ് നടക്കാൻ. അതുപോലെ തന്നെ it will makes it possible for clusters of membrane protein to assemble at particular site membrane proteins നെ cluster ചെയ്യാൻ within the membrane and form specialized structures. എന്തൊക്കെയാണ് specialized structures? intercellular junction, light capturing photosynthetic complexes and synapses. ഇതൊക്കെ ഫോം ചെയ്യാൻ ഈ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇന്ററാക്ട് ചെയ്യുന്ന മോളിക്യൂൾസ് ഒന്നിച്ച് വരികയും അവരവരുടെ നെസസറി റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്തിട്ട് തിരിച്ച് അതത് സ്ഥലങ്ങളിലോട്ട് മൂവ് അപ്പാർട്ട് തിരിച്ചു പോവുകയും ചെയ്യും. സോ ഫ്ലൂയിഡിറ്റി ഓൾസോ പ്ലേസ് എ കീ റോൾ ഇൻ മെംബ്രെയിൻ അസംബ്ലി. മെംബ്രെയിൻ അസംബ്ലിയിലും ഒരുപാട് കീ റോൾ ഉണ്ട്. നമ്മൾ മെംബ്രെയിൻ അസംബ്ലി എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയും. കാരണം മെംബ്രെയിൻ അസംബ്ലി എന്ന് പറയുമ്പോൾ മെംബ്രെയിൻസിന്റെ തന്നെ ഈ ലിപ്പിഡ്സിൽ തന്നെ രണ്ട് ലെയർ ഉണ്ട്. അതിനെയാണ് ബൈലെയർ എന്ന് പറയുന്നത് പറഞ്ഞു. ഈ രണ്ട് ലെയറിലുമുള്ള ലിപ്പിഡ് കോമ്പോസിഷൻ ഡിഫറെന്റ് ആണ്. സോ അതിൽ ആ ഒരു അസംബ്ലി കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു അസിമെട്രി കൊടുക്കുന്നത് ഇതിനൊക്കെ ഫ്ലൂയിഡിറ്റി ഹെൽപ്പ് ചെയ്യും. പിന്നെ മെംബ്രെയിൻസ് അറൈസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് മെംബ്രെയിൻ. അതുകൊണ്ട് തന്നെ ഈ മെംബ്രെയിൻസിന്റെ ഗ്രോത്ത്, സെല്ലിന്റെ ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ഈ ഫ്ലൂയിഡ് ലൈക്ക് നാച്ചുറൽ മെംബ്രെയിൻസ് ആവശ്യമാണ്.
പിന്നെ സെൽ മൂവ്മെന്റ്, സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, ഇന്റർസെല്ലുലാർ ജംഗ്ഷൻസിന്റെ ഫോർമേഷൻ, സെക്രീഷൻ, എൻഡോസൈറ്റോസിസ്, ഇതെല്ലാം മെംബ്രെയിൻ കമ്പോണൻസിന്റെ മൂവ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് അങ്ങനെ മൂവ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യാൻ എന്ത് വേണം? ഒരു ഫ്ലൂയിഡ് ലൈക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല റിജിഡോ അല്ലെങ്കിൽ ഫ്ലൂയിഡോ അല്ലാത്ത, ഒരുപാട് ഫ്ലൂയിഡോ അല്ലാത്ത ആ ഒരു എന്താ പറയാ, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് കോംപ്രമൈസിൽ നിൽക്കുന്ന സ്ട്രക്ചർ വേണം. അതുകൊണ്ടാണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു. മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. നമുക്കതിനെ കോൾഡ് കണ്ടീഷൻ, അതുമാതിരി ഹോട്ട് കണ്ടീഷൻ എന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ടാബുലൈസ് ചെയ്യാം. കോൾഡ് കണ്ടീഷനിൽ എങ്ങനത്തെ കമ്പോണൻസ് ആയിരിക്കും മെംബ്രെയിനിൽ വേണ്ടത്? കോൾഡ് കണ്ടീഷനിലാകുമ്പോൾ ഒരുപാട് ജെല്ലായി പോവാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ ജെല്ലാവാതിരിക്കാൻ എങ്ങനത്തെയൊക്കെ വേണം? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് വേണം, പിന്നെ ഷോർട്ട് ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ടെയിൽസ് വേണം, ആൻഡ് കുറച്ച് കൊളസ്ട്രോളും മതി. ഓക്കെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഹോട്ട് കണ്ടീഷനിൽ മെംബ്രെയിൻ ഒരുപാട് ഫ്ലൂയിഡ് ആയി പോകും. അപ്പൊ ഫ്ലൂയിഡ് ആവാതെ അതിനെ അതായത് നല്ല ഫ്ലൂയിഡ് ആയിട്ട് ഡിസോർഡർ സ്ട്രക്ചർ ആവാതെ അതിനെ പിടിച്ചു നിർത്തുന്ന ആരൊക്കെയാണ്? സാച്ചുറേറ്റഡ്. ഇത്തിരി കൂടി ക്ലോസ് പാക്കിംഗ് കൊടുക്കുന്നത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ടെയിൽസ് ആണ്, ലോങ് ചെയിൻ ഹൈഡ്രോകാർബൺ ടെയിൽസ് ആണ്, ആൻഡ് കൊളസ്ട്രോൾ ആണ് ആ ഒരു റിജിഡ് പാക്കിംഗ് കൊടുക്കുന്നത്. ഓക്കെ. ഈ ഒരു കണ്ടീഷൻ ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് അല്ലെങ്കിൽ ഫർദർ റീഡ് ചെയ്യാനുള്ള ബുക്സിന്റെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഒക്കെ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മെയിനായിട്ട് ഞാൻ ഈ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ബുക്സ് ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. മെയിൻ ബുക്സ് എന്ന് പറയുന്നത് കാർപ്പ്, ആൽബർട്ട്, ബ്രൂസ് ആൽബർട്ട്സ് ആൻഡ് ദെൻ ലോഡിഷ്. ഈ 3 സെല്ലിന്റെ ബുക്കിൽ നിന്നാണ് മെയിൻ ആയിട്ടുള്ള നോട്ട്സ്. അതിൻ്റെ ഒരു എല്ലാം കൂടിയിട്ടുള്ള ഒരു നോട്ട്സ് ആണ് ഞാൻ ഈ ലെക്ചേഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ read carefully, study well, and thank you for watching.